ഹായ് നമസ്കാരം, ഞാൻ ഷീമ. ഇന്ന് കുറച്ച് പെയിന്റ് അടിയാൻ കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇന്ന് എന്തായാലും കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ അടിക്കാന്നത്. ഈ പോട്ട് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വർക്ക് ഏരിയയുടെ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് കുറച്ച് സ്ഥലപരിമിതികൾ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ പോട്ടൊന്ന് നനച്ചെടുക്കണം. കാരണം നനച്ചില്ലെങ്കിൽ പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നനച്ചെടുക്കുന്നത്. പിന്നെ പെയിൻറ്റ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ പെയിൻറ്റ് അത്ര ഇഷ്ടമായില്ല. കളർ ഇത്തിരി കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്ട്രെയിനറും കൂടി വാങ്ങിയിട്ടുണ്ട്. ആ റെഡ് ബോട്ടിലിരിക്കുന്നുണ്ടോ, അപ്പം ഞാൻ വീഡിയോ എടുത്ത് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് റെഡ് കളറാണ്. അത് ഈ പെയിൻറ്റിൽ നമ്മളെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല കളർ കിട്ടും കേട്ടോ. അത് നമുക്ക് 50 രൂപ അങ്ങനെയൊക്കെ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പെയിൻ്റ് കടയിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി നനഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ നനച്ചിട്ടില്ല, വലിഞ്ഞു പോയതാണ്, ഞാൻ നനച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ അതെല്ലാം പോട്ടുമൊക്കെ അടിച്ചെടുത്തു. പെയിൻറ്റ് അടിച്ച് വെക്കുമ്പോഴാണ് കേട്ടോ ചെടിയൊക്കെ വെക്കുമ്പോൾ കാണാൻ ഭംഗി. ഇത് ആദ്യത്തെ പ്രാവശ്യമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതൊരു ശീലമാവും. നമ്മൾ അടിച്ചടിച്ച് നമ്മൾ കൈയും വഴങ്ങും. നമ്മുടെ മേത്തൊന്നും ആവാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിപ്പോൾ പുറത്തിപ്പോൾ കൊതുകായത് കാരണം ഡൈനിങ് ടേബിളിൽ പേപ്പർ ഇട്ടിട്ടാണോ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് എനിക്ക് ചെടി വെക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഇത് ഞാൻ വാങ്ങിയിട്ട് അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്നും അടിച്ചെടുക്കാൻ നേരത്തി ഇതേപോലെ കണ്ണൊക്കെ വരുന്ന പോർഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. അല്ലെങ്കിൽ ആ പോർഷനൊക്കെ ഇങ്ങനെ പെയിൻറ്റ് അടഞ്ഞു പോകും. കണ്ണിൻ്റെ ആ ഒരു ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകും പെയിൻറ്റ് കട്ടിയായാൽ. അപ്പോൾ അതൊക്കെ അടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് അടിക്കുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ ഒരു കോർണറിൽ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് ബ്രഷ് ഒന്ന് മുക്കിയിട്ട് വലിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ എന്തടിക്കുമ്പോൾ ഒരു സെക്കൻഡ് കോട്ടും കൂടി അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. ഞാനിപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 4 മാസം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ കുറേശ്ശെ പോട്ടെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഈ പ്ലാന്റ് നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം അത് പറിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുണ്ടായ പോട്ടുകളും കൂടി എടുത്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. കാരണം അതൊക്കെ പെയിൻറ്റ് പോയിരിക്കുക. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. സൺഡേ ഒരു ദിവസമാണ് നമുക്ക് എല്ലാത്തിനും കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഈ പോട്ടൊക്കെ എല്ലാം ഈ പറഞ്ഞവരിപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ പെയിൻറ്റ് ചെയ്ത് 3-4 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവുമല്ലോ. മഴയൊന്ന് മാറിയിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. മഴ മാറുന്ന ലക്ഷണമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും എല്ലാം കൂടി വാരി വലിച്ച് ഓണത്തിന് മുന്നേ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ ഓരോന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഒരു 4-5 പോട്ട് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇത് സിറ്റ് ഔട്ടിൽ ഞാൻ സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന പോട്ടായതാണ്. മണ്ണോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. ക്ലീൻ ആയിട്ടിരിക്കും. നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വരാം.